ഞാൻ പറയാം. കാരണം കുറെ നാളായിട്ട് ഇത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എടുത്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിന്റെ കൂടെ എന്നും നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് രൂപകല ചാനല്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങള് ഞാൻ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് പറയാം. നല്ലൊരു ശുഭ സായനം നേർന്നുകൊള്ളുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോ 1-2 മാസമായിട്ട് ഒരു തെറ്റും ചെയ്യാണ്ട് രൂപകല ചാനലിനെ കുറിച്ചിട്ട് വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും, ഇപ്പൊ തന്നെ നിങ്ങൾ നോക്ക്, അവര് പറയുന്ന എന്ത് വൃത്തികെട്ട കാര്യങ്ങളാണ് രൂപകല ചാനലിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഏത് അമ്മമാരായാലും വീട്ടുകാരെ ക്ഷമിക്കും. അതിന് കയറൂരി വിട്ടേക്കുന്നത് ഒരുത്തി മല്ലി എന്ന് പറഞ്ഞ ദീപ്തി ചാനലും, അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന നെറികെട്ട പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തി പട്ടാപ്പകല് പോലും ഭീഷണിപ്പെടുത്തിയിട്ട് ഹായ് ലിഡിയ, പട്ടാപ്പകല് പോലെ പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തി പച്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത, ഗംഗാ നദി പോയിട്ട് തേച്ചാലും മാച്ചാലും കുളിച്ചാലും പോകാത്ത തെറി പറയുന്ന വൃത്തികെട്ടവൻ. എന്താ പറയാ, ഒരു മനുഷ്യ കീടം തന്നെ പറയാൻ പറ്റില്ല, ഒരു ജന്മം എന്ന് പറയാൻ പറ്റില്ല വിഷ്ണു എന്ന് പറഞ്ഞ കർമ്മ മാറി. അപ്പൊ ഞാൻ അവനെതിരെ എന്നും ഇവർക്കെതിരെ തന്നെയാണ് ഇന്ന് ശക്തമായിട്ടുള്ള പ്രതികരണം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണത്. ആ ലിഡിയ പറയ ലിഡിയ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ, പിന്നെ ഇതിൽ നിന്ന് പഠിച്ച പാഠം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അവന്റെ അവിടെ ഒരു പ്രശ്നക്കല ജോവ, ജമാൽ, വയനാട്, ശംഭു, ഇവൻ അവിടെ സപ്പോർട്ട് എന്റെ ഒരു വർഷമായിട്ട് നിരന്തരമായിട്ട് പല ഫേക്ക് അടികൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരെ പേരിൽ ഫേക്ക് അടി ഉണ്ടാക്കുക, പലരുടെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുക. ലിഡിയ പറഞ്ഞു, ചേട്ടാ ഞാനൊരു കാര്യം പറയാനുണ്ട്. ലിഡിയ ഫേസ് കാണിക്കുന്നില്ല, ടുഗദറിൽ കയറിയിട്ട് വേണേ പറഞ്ഞത് ടുഗദറാണ്, ഫേസ് കാണിക്കണ്ട, അല്ലാണ്ട് പറയണമെങ്കിൽ പറഞ്ഞോ. മെസ്സേജ് ഇട്ട് പറയുന്നേക്കാളും നല്ലത് ടുഗദറിൽ കയറി പറയാം. ഇത് കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് എടുക്കുന്നുണ്ട്, ഫേസ് കാണിക്കണ്ട. ലിഡിയനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് കേട്ടു. അതുകൊണ്ടാണ് ഞാനിന്ന് സമയമില്ലാണ്ട് പോലും ഞാനിന്ന് ഈ ലൈവ് ഇട്ടത്. അതുമാത്രമല്ല, എനിക്ക് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്ന ചാനലുകാര് നമ്മുടെ ഫേക്കിനെ കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ ചാനലിനെ, അവര് പറയണത് ഞങ്ങളുടെ ചാനലിനെ തെറി പറയുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനാ ഹൈഡാക്കണം. അപ്പൊ ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നത്, ഞാൻ വളരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലിൽ ഞാൻ ചെന്നു. പ്രസക്കല അവിടെ എന്നെ കണ്ട വഴിക്ക് ഇറങ്ങി അവിടെ തെറി പറയാൻ വേണ്ടി വന്നപ്പോഴേക്കും ഞാൻ അത് ഹൈഡ് ചെയ്തു. ആ ഹൈഡ് ചെയ്തതിന് ചോദ്യം ചെയ്ത് ഞാൻ തിരിച്ചു പോന്നു. പിന്നെ അവനടുത്ത ഐഡിയയിൽ വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തി രൂപകലയുടെ ചാനൽ കുളം തൊണ്ടറ പോലെ നിങ്ങളുടെ ചാനൽ കുളം തൊണ്ടർ. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കയറട്ടെ എന്ന് പറയുന്നുണ്ട്. ലിഡിയ കയറിക്ക കമ്മ്യൂണിറ്റി ലിങ്ക് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ലിഡിയക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രൂപകല ചാനലിൽ കൂടെ ഈ സോഷ്യൽ മീഡിയനെ നമ്മൾ അറിയിച്ചോ കുഴപ്പമില്ല. ആർക്ക് എന്ത് സ്ട്രേറ്റ് ഉള്ള കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദി തന്നെയാണ് രൂപകല ചാനൽ. അത് അന്നും ഇന്നും എൻ്റെ നിലപാടിൽ ഒരു മാറ്റമില്ല. ഇനി ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു ചാനലാണ് രൂപകല ചാനല്. കാരണം ഞാനൊന്നും ആരും കണ്ടിട്ടല്ല ചാനൽ തുടങ്ങിയതും, ഞാനൊക്കെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയ ഒരു ചാനലാണ്. അതിനിപ്പോ എൻ്റെ ഫ്രണ്ട്സുകളും എൻ്റെ ഒരുപാടുന്നുണ്ട്. ലിഡിയ ഓക്കെ, ലിഡിയ കേറുന്നു പറയുന്നുണ്ട്. ലിഡിയ കേറിയിട്ടുണ്ട്. പറയൂ ലിഡിയ, എന്താണ് പറയാനുള്ളത്? ഏട്ടാ, ഇന്നലെ ഞാൻ അനുഭവിച്ച കാര്യ പറഞ്ഞു. എന്ന് വെച്ചാ ഇന്നലെ ഞാൻ ലൈവിൽ വന്നില്ലായിരുന്നോ? ലൈവിൽ വന്ന് ചുമ്മാ വന്നിരുന്നു. ഞാൻ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഞാൻ വന്നിട്ടുള്ളായിരുന്നു. അവള് തീർച്ചയായിട്ടും. അവള് ചുമ്മാ എന്നെ ഈ തെറി വിളിക്കുന്ന എനിക്ക് ആരും എന്നെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ തിരിച്ചു പറയും. കാരണം എൻ്റെ പപ്പയായാലും അമ്മയായാലും എൻ്റെ ലവറിനായാലും
വിളിച്ചിട്ട് ആവശ്യമില്ലായിരുന്നു. ഞാൻ അവളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഇവളെ ലൈവില് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വാച്ചിങ്ങിന് കേറിയിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞത് ഏട്ടന് രാത്രി എല്ലാ പെണ്ണുങ്ങളോടും സംസാരിക്കുന്നെന്നാണ് പറയുന്നത് കേട്ടത്. തീർച്ചയായിട്ടും ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടു. പിന്നെ ഞാനിപ്പോ എല്ലാ പെണ്ണുങ്ങളെയും നമ്പർ മേടിച്ച് രാത്രി വളരെ വൃത്തികെട്ട രീതിയിൽ ചാറ്റ് ചെയ്യുന്ന അവളെ പറഞ്ഞ് അവനും കൂടി പറഞ്ഞു. അത് ഞാൻ കേട്ടതാണ്. അതെനിക്ക് എന്റെ വാട്സപ്പിലേക്ക് ഒരാൾ ഇട്ട് തന്നിരുന്നു അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അവൾ പറയുന്നത്. പിന്നെ ഇന്നലെ ഞാന് എന്റെ ലവറിനെ വിളിച്ചു സംസാരിച്ചതിന് ശേഷം ഞാൻ ഇവളോട് എന്റെ ലവറിനെ അറിയാം, ഇവള് ശരിക്കും ഇവളെ അറിയാം. അവള് ആലപ്പുഴ ഉള്ള സ്ഥലത്തുള്ളതാണ്. ഒരു കാര്യം ചെയ്യും, ഞാനിവളുടെ ഡീറ്റെയിൽ അന്വേഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം ഞാൻ ഇന്നലെ സംസാരിച്ചതിന് ശേഷം അവൾ ഇന്ന് ലൈവില് എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വേറെ സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട്, അത് പറയാം. അപ്പൊ എനിക്ക് ഇവള് ടീച്ചറാണെന്ന് പറയുന്നുണ്ട്. ടീച്ചറാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് രൂപകല ചാനലിലേക്ക് കൂടെ അതിന്റെ റിപ്പോർട്ട് തേടും. അതിനുള്ള ഇനിയൊന്നും പറ്റില്ല, അത് ന്യൂസ് ചാനലിലേക്ക് കൊടുക്കും. അതിനുള്ള ന്യൂസ് ചാനലിൽ നമ്മുടെ അറിയപ്പെടുന്ന കുറെ ആൾക്കാർ 24-ലായാലും ഏഷ്യാനെറ്റിലൊക്കെ ആയാലും നമുക്കിവിടെ അറിയാം. ഇവരുടെ ഓഫീസൊക്കെ അവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പൊ അവിടേക്കൊന്നും പോട്ടെ എന്ന് ഞാൻ പിന്നീട് ആലോചിക്കാവുന്ന ഒരു കേസാണ്. കാരണം 2 മാസമായിട്ട് ഒരു 80 വയസ്സായ എൻ്റെ അമ്മേനെയും എൻ്റെ വീട്ടുകാരും വിളിച്ചപ്പോ അങ്ങനെ ഒരുപാട് തെറികൾ പറയുക. അതിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്നത് ഇവന്. പിന്നെ ജോവ എന്ന് പറഞ്ഞത് അവൻ എന്റെ ഡി പി വെക്കുക, പിന്നെ കുസൃതി കുറുക്ക ചാനലിന്റെ മകളുടെ ഡി പി വെക്കുക, പിന്നെ ഒരുപാട് പെണ്ണുങ്ങളെ ഡി പി വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അവർ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോ എന്നെ കണ്ടപ്പോൾ അവനോട് ഇറങ്ങി. ചാനലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ പേര് എനിക്ക് ഇവിടെ പറയാൻ ഇഷ്ടമില്ല. കാരണം അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ്. കാരണം അവരൊരു നല്ലൊരു ജോലിക്കാരിയാണ്. അതിന്റെ പേരിൽ ആ ചാനലിന്റെ പേര് കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷെ ഞാനിപ്പോ അതിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ പേര് ചാനലിന്റെ വലിച്ചെടുക്കുകയാണ്. കാരണം അവരെ പോലും ഇവരും ഭീഷണിപ്പെടുത്തിട്ട് ഞങ്ങൾ ചാനൽ കൊളാക്കും, നിങ്ങൾ ഞങ്ങളെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയണില്ലല്ലോ. അവർ പറയില്ല. കാരണം ഇവന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ലിഡിയയുടെ ചാനൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നക്കല രൂപകല ഇത് ആരുണ്ടാക്കിയെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തെളിവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ലിഡിയയുടെ ചാനലിൽ ഒരു രൂപകല ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിഡിയനൊന്നും പറയില്ല. കാരണം ലിഡിയനെ പറഞ്ഞാൽ അവനവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നെങ്കിൽ രൂപകലനെ അവിടുന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ രൂപകലനെ തെറി വിളിക്കുന്നത് ലിഡിയയും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കേൾക്കുക. ഇതാണ് ഇവരുടെ നിലപാട്. ഇത് ഒരുപാട് പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ അതിലൊരുപരി ഏറ്റവും കൂടുതൽ വളരെ മോശമായ രീതിയിൽ മല്ലി എന്ന് പറഞ്ഞ ദീപ്തി, ഞാൻ അവളെ ഡീറ്റെയിൽ ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവന്റെ ഡീറ്റെയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഇന്നലെ രാത്രി അതിശക്തമായിട്ട് ലൈവ് ഇട്ടത് അതിന് വേണ്ടിയിട്ടാണ്. ഇന്നും ഇടുന്നത് അതിന്. ഇനിയിപ്പോ രൂപകലയുടെ കൂടെ ആരുമില്ലെങ്കിൽ രൂപകല ഒറ്റ സത്യമേ ചെയ്ത് എന്ന് പറഞ്ഞ ഒറ്റ പ്രോഗ്രാമത്തിൽ കൂടെയാണ് ഞാൻ എന്റെ 4 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഞാനിപ്പോ എന്റെ ചാനല് മോണിറ്റേഷൻ ചെയ്ത് കാശ് മേടിക്കണമെങ്കിൽ എനിക്ക് പിന്നെ എത്രയോ പ്രാവശ്യം പൈസ മേടിക്കാറ്. മോണിക്കായ ചാനലാണ്, അത് ഒരുപാട് പ്രശ്നത്തിൽ കൂടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ നിലപാട് ഇത്രയ്ക്കുള്ളൂ. രൂപകല ചാനലിന് ഇപ്പൊ ആര് സപ്പോർട്ട് ചെയ്തെങ്കിലും നമ്മളൊരു ക്രെഡിബിലിറ്റി, ഒരു വിശ്വാസത നമ്മൾ യൂട്യൂബിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് 6 വർഷമായിട്ട്. ഇപ്പൊ അതുകൊണ്ടാണ് 16,000 സബും 10-15,000 മണിക്കൂർ വാച്ച് ഓവറും കിടക്കുന്നത്. ചാനൽ മോണിറ്റേഷൻ ആണ്. അത് ചെറിയൊരു അഡ്സാൻസിന്റെ പ്രശ്നമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അത് ഞങ്ങൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഈ കാര്യങ്ങൾ 10-16 ലക്ഷം വ്യൂസ് ഉള്ളത് ലൈവ് ടുഗദർ ഇട്ട് മാത്രമാണ്. ഞാനിപ്പോ ഏകദേശം ഒരു വർഷം 7 മാസമായിട്ട് എന്നെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ പെണ്ണുങ്ങളെ വളരെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നതാണ്. പെണ്ണുങ്ങളെതിരെ തെറി പറഞ്ഞ് ശക്തമായി തിരിച്ചടിക്കുന്ന ആളും കൂടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ചാനല് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചോദിച്ചു ഞാൻ ഹൈഡ് ചെയ്തു, പ്രശ്നക്കലേനെ ഹൈഡ് ചെയ്തപ്പോ അവര് എന്നോട് ചൂടായിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങളാ തെറി പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ ഹൈഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ ചാനലിന്റെ ഡി പി വെച്ചിട്ടാണ് അവൻ അവിടെ വന്നിട്ട് എന്നെ മോശം പറയാനായിട്ട് വന്നേക്കണത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ അത് രൂപകലയുടെ ഡി പി ആണ്, അല്ലെങ്കിൽ എന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഡി പി പെണ്ണുങ്ങളെ ഡി പി വെച്ചിട്ടാണ്. എന്തായാലും ഇവൻ ഒരു ചാനലല്ല, ഇവൻ വെറും ഫേക്ക് ഐഡിയാണ്. അപ്പൊ ഇവൻ അവിടെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ലിഡിയ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട. ലിഡിയനെ മാത്രമല്ല, ഇവിടെ ഒരുപാട് ആൾക്കാർ അവള് തെറി വിളിച്ച് മുന്നോട്ട് പോണ്. അധിക ദിവസം അവള് തെറി വിളിക്കില്ല. അതിന് ഞാൻ എഗ്രി തരുന്നു. ഏട്ടാ, അത് മാത്രല്ല, ഇവളാണെങ്കിൽ എല്ലാ ലൈവിലും, എനിക്കറിയുന്ന എല്ലാ ലൈവിലും ഇവള് കൊറേ പറയുന്നുണ്ട്, ലൈഫ് സ്പോയിൽ ആക്കുന്നുണ്ട് അവരുടെ. അതാ പറഞ്ഞത്, ഇവള് ഒരുപാട് ഇപ്പൊ തന്നെ പറയണത്, ഞാൻ ഇവളുള്ള ഇപ്പൊ ഉള്ള വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തിന് തന്നെ പറയാം. കാരണം അവൻ പറയുന്ന തെറി കേട്ട് ഇവള് ഇന്നലെ എന്റെ ഒരു ഫ്രണ്ടിനെ പറയുന്ന തെറി കേട്ട് കഴിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ആ കുസൃതി കൊടുക്കാൻ നോൺ സ്റ്റോപ്പ് ആയിട്ട്. പക്ഷെ അവള് പേടിച്ചിട്ട് ആ ലൈവ് അവള്
പ്രൈവറ്റ് ആക്കി ഡിലീറ്റ് ചെയ്തു. പക്ഷെ അവളുടെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ എടുത്തു വെച്ചു. ഇവളവിടെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത അതിന്റെ സ്ക്രീൻ റെക്കോർഡൊക്കെ നമുക്ക് കിട്ടും. ഞാനവിടെ പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും, കാരണം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ബന്ധങ്ങളും നമുക്ക് യൂട്യൂബിലുണ്ട്. നമ്മൾ ഇവരെ പോലെ കൊട്ടേഷനോ അല്ല മറ്റൊന്നുമല്ല. നമ്മളിവിടെ 10-30 വർഷമായിട്ട് ഒരു പ്രവാസിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു എന്താ പറയുക പാഷനാണ് കവിത എഴുതുക. അത് എന്നെ കൊണ്ട് പാടാവുന്ന രീതിയിലുള്ള പാടുക. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പാട്ടുകാരനാണ് കവിത എഴുതുന്നുണ്ട്. എൻ്റെ സ്വന്തം കവിത, അതാണ് ഞാൻ യൂട്യൂബിൽ വെച്ചൊരു കണ്ടന്റ്. ആ കണ്ടന്റ് വെച്ചുകൊണ്ടാണ് ഇത്രയും കാലം. പിന്നെ എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് ലിഡിയെ കേട്ടിട്ടുണ്ടാവും. ഞാനിപ്പോ പെപ്പറൊക്കെ ചോദിച്ചാൽ പെപ്പൊക്കെ ഒരു സമയത്തൊക്കെ എൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളായിരുന്നു. പിന്നെ അവന് തെറ്റുകൾ മനസ്സിലായി. പിന്നെ ഇപ്പൊ ഞാൻ അവനായിട്ട് കുറെ കാലങ്ങളായിട്ട് നല്ല രീതിയിൽ പോകുന്ന ആളാണ്. അപ്പൊ നമ്മൾ ചെല്ലാണ്ട് പോലും നമ്മുടെ രൂപകലനെ ഫേക്ക് ഐഡി അവിടെ ഇറക്കിയിട്ടും, പിന്നെ ഈ ജമാൽ വയനാട് ശംഭു അവൻ ധൈര്യമായിട്ട് പറയണത് ഇത് രൂപകലന ചാനലിനെ കൊളാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങളെ ഞങ്ങൾക്ക് സപ്പോർട്ട് തായോ, അവന്റെ ചാനൽ ഞങ്ങൾ കൊളാക്കി തരാം, അവൻ ഇല്ലാത്ത കാര്യങ്ങൾ. അപ്പൊ ഇവര് പറയാ ശംഭുവാണ്, കുഴപ്പമില്ല, നമുക്ക് വളരെ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അത് വെച്ചുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് സത്യമായിട്ട് എന്തായാലും സത്യത്തിന്റെ മുഖം ഞാൻ പുറത്തു കൊണ്ടുവരും. അത് ഏതറ്റം വരെ പോയാലും ഞാൻ പുറത്തു കൊണ്ടുവരും. അതിനുള്ള തയ്യാറെടുപ്പാണ് ഞാനിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ പോലെ പട്ടികൾ കിടന്ന് കുരയ്ക്കുന്ന പോലെ കുരയ്ക്കണ പരിപാടിയൊന്നും എനിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലിഡിയ ഇവിടെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യും. ഇവരുടെ പരിപാടി എന്താ, ലിഡിയനെ തെറി പറയാ. ലിഡിയനെ തെറി പറയുമ്പോ എന്താണ്, ലിഡിയെ തെറി പറയുന്നവർക്കറിയാം. തെറി പറയാത്ത ആൾക്കാരാണെന്ന് പേടിച്ചിട്ട് വരില്ല. ഇവിടെ എത്രയെന്ന് പറയാം, 1000, 2000, 3000, 4000 പേര് വരുന്ന ലൈവായിരുന്നു. 40,000, 35,000 വ്യൂസ് ആണ് ഒറ്റ ലൈവില് കിട്ടുക. 200, 300 സബ് വരെ കയറുന്ന ലൈവായിരുന്നു. അപ്പൊ ഇത് ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കി. പണ്ട് കാരണന്മാർ പറയും മാങ്ങയുള്ള മാമ്പള കല്ലെറിയുള്ളൂ എന്നുള്ളത്. പിന്നെ ഞാൻ കിടപ്പ് രോഗിയാണ്, പിന്നെ ഞാൻ വികലാംഗനാണ്, എന്തെല്ലാം ബോഡി ഷേമിങ് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ഇത്രയും മാത്രമേ എന്നെ കുറിച്ച് ഇത്രയും വലിയ കാര്യങ്ങൾ ഇല്ലാത്ത കേസിലെ പ്രതിയാണ് ഇവര്. ഞാൻ സത്യത്തിൽ ആരാണെന്ന് ഇവർക്ക് അറിയില്ല. ഇവരെന്നെ കണ്ടിട്ടില്ല. ഞാൻ കിടപ്പ് രോഗിയാണോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആരോഗ്യമുള്ള ഹെൽത്തുള്ള എനിക്കുള്ള മനുഷ്യനാണ്. എനിക്ക് ദൈവം സഹായിച്ച ഒരു അസുഖമില്ല. 30 വർഷത്തോളം ഞാനിവിടെ UAE ജീവിക്കുന്നത്. അപ്പൊ ഞാൻ UAE ഇരുന്നു കൊണ്ടാണ് ലൈവ് ഇടുന്നത്. ഈ നിമിഷം വരെ UAE ഇരുന്നു കൊണ്ട് ലൈവ് ഇടുന്നത്. അപ്പൊ യൂട്യൂബ് നമുക്ക് നല്ല പ്രൊമോഷൻ തന്നിരുന്നത് ചാനലായിരുന്നു. അപ്പൊ ഇവര് കുറെ ഫേക്കുകളൊക്കെ ഇറക്കി നമ്മുടെ ചാനൽ തകർക്കാനും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനും. ഇപ്പൊ ലിഡിയ പറഞ്ഞ രൂപകല മിഥുൻ പെണ്ണുങ്ങളെ വിളിച്ച് ഇതായിട്ട് ഇതുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കണം തോന്നുന്നു. ഇവരെ ഇപ്പൊ ഗിരീഷ് എന്ന് പറഞ്ഞ നേക്കിഡായിട്ട് അവർ സംഭവം കാണിച്ചു. അത് ഇവരുടെ കൂട്ടാളിയാണ്. ഇവരൊക്കെ ദിവസം വന്നിട്ട് തെറി പറയുന്ന ഇതാണ്. അത് പ്രീതി ചാനലിൽ നടക്കേണ്ടതായിരുന്നു. കഷ്ടകാലം നേരത്തത് ഞങ്ങൾ പ്രതിരോധിച്ചായിരുന്നു. അവന്റെ സുബോധ മനസ്സ് അബോധ മനസ്സെന്നറിയില്ല, അവൻ അവിടെ കാണിച്ചു. ചാനൽ സ്ട്രൈക്ക് കിട്ടി, അവിടെ ലൈവ് അവിടെ നിന്നു. അപ്പൊ ഇതിപ്പോ ഇവര് പറയണത് രൂപകല പറഞ്ഞിട്ടാണ്, പ്രീതി പറഞ്ഞിട്ടാണ് ഈ ഗിരീഷിനെ ഞങ്ങൾ ഇളക്കി വിട്ടിട്ട് അവന് അവിടെ ഉടുകൊണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് വേറെ വശത്ത്. അപ്പൊ പിന്നെ ഇന്നിപ്പോ ഞാനൊരു 5 സ്ക്രീൻ റെക്കോർഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവനെതിരായിട്ടുള്ളത്, ഇവൾക്കെതിരായിട്ടുള്ളത്. കാരണം നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരണം. ആരാണ് ഫേക്ക് ഉണ്ടാക്കുന്നത്, രൂപകലയാണോ അല്ലെങ്കിൽ ഈ കർമ്മ വിഷ്ണു ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉള്ള കൂട്ടാളികളാണോ നമുക്കറിയണം. ഞാനാണെന്നുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇവര് കൊടുക്കട്ടെ പോലീസിൽ കേസ്. ഇങ്ങനെ രൂപകല ചാനൽ ഭയങ്കര പ്രശ്നക്കാരനാണ്, അതൊന്നും അന്വേഷിക്കട്ടെ, ഒരു കേസ് കൊടുക്കട്ടെ. ഇപ്പൊ ഞാൻ കേസ് കൊടുത്താൽ എന്റെ ചാനലിന്റെ ലിങ്ക് അവിടെ ഉണ്ടാവില്ലോ, ഇവരുടെ ചാനലിൽ ലിങ്ക് ഉണ്ടാവില്ലോ. ഇവര് എന്തിനു വേണ്ടിയിട്ടാണ് ചാനൽ അവിടെ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഇവര് വെളിപ്പെടുത്തട്ടെ. ഇവര് ഇവിടെ ഇവരെന്നെ ഭീഷണിപ്പെടുത്തി, ഒരു പ്രവാസി എന്നെ ഭീഷണിപ്പെടുത്തിട്ട് നിന്റെ മറ്റേ വീഡിയോ പുറത്തു വിടും, ഈ വീഡിയോ പുറത്തു വിടും. അപ്പൊ അത് പറയുന്നത് ഭീഷണി, ബ്ലാക്ക് മെയിലിംഗ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയണം. അതിനേതറ്റം വരെ ഞാൻ ഇനി ലിഡിയ പറഞ്ഞു ഞാൻ കേൾക്കാം. ഏട്ടാ എന്തായാലും ഇത് ആക്ഷൻ എടുത്തിരിക്കണം. തീർച്ചയായിട്ടും കാരണം കാരണം നമ്മള് എല്ലാരും ലൈഫ് സ്പോയിൽ ആവുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂടെ രൂപകല ഒരു മിനിറ്റ് ഇട്ടാ ചെപ്പൂസിനെ നോക്കട്ടെ. ചെപ്പൂസ പറയണ ചെപ്പൂസ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോലുള്ള സഹോദരിമാര് ശക്തമായിട്ട് രൂപകലയുടെ കൂടെ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും രൂപകല അതിനുള്ള ആക്ഷൻ എടുക്കും. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് രൂപകല ഒതുക്കി തീർത്തിട്ടുള്ളതാണ്. ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് മാപ്പ് പറഞ്ഞിട്ടും ആക്ഷൻ എടുത്തുകൊണ്ടൊക്കെ നമ്മൾ സൈബറിൽ കേസ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മൾ റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ സഹായം വേണം. കാരണം നിങ്ങളെയും കൂടിയാണ് ഇവിടെ ഒരാളെ മാത്രമല്ല. കാരണം ഇത് പേടിച്ചിട്ട് ആരും നിൽക്കില്ല ലിഡിയ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഞങ്ങൾക്ക് കാരണം ഇവിടെ ഭർത്താക്കന്മാരും ഭാര്യമാരോട് പറയും ദൈവം നടത്തിയേക്കും, ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. മകളോട് പറയും മോളെ നമുക്ക് തെറി പറഞ്ഞിട്ടുള്ള ചാനൽ ഇതൊന്നും വേണ്ട. അപ്പൊ ഇതൊന്നും അറിയില്ല. ഈ സത്യത്തിൽ പറയുന്നത് ഇവരെ പരിപാടി എന്തിനാ, ഇവര് പറയുന്ന കാര്യങ്ങൾ കേട്ട് നിന്ന് ലൈവ് ഇട്ടോ ഒരു കുഴപ്പമില്ല. ഈ രൂപകല അതിശക്തമായിട്ട് ഉയർച്ച പോവാൻ പാടില്ല. കാരണം സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഉയരുള്ളൂ.
രൂപകല 50 സബ് 100 സബ് അല്ലെങ്കിൽ 10-20 ചാനലുകാരെ കൂട്ടുപിടിച്ചുകൊണ്ട് 1000 സബ്ബൊക്കെ കൊടുക്കുമ്പോൾ ഇവർക്കത് പറ്റുന്നില്ല. കാരണം ഇവരുടെ ചാനലിൽ ഇവർക്ക് ഉയർത്താൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത പരിപാടി എന്താണ്? എങ്ങനെയെങ്കിലും ഇവനെ കുറിച്ചിട്ട് ബോഡി ഷേമിംഗ് നടത്തി സമൂഹത്തില് അടിച്ചമർത്തുക. ഇവരിങ്ങനത്തെ ഒരാളാണ്. ഇവര് സത്യം പറഞ്ഞാൽ ലിഡിയ ഒരു പക്ഷേ എന്നെ വിശ്വസിക്കും. പക്ഷെ പുതിയ ചാനലിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത രൂപകലയുടെ പ്രത്യേകത തന്നെ എന്താണ്? പുതിയ ചാനലുകാരെ വളർത്തി കൊണ്ടുവരിക. അവർക്ക് വേണ്ട കാര്യങ്ങൾ സബ്ബുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള മോണിറ്റേഷൻ ആക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ഗ്യാങ്ങിന്റെ സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ ഇത് ഇവരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷയമാണ്. കാരണം ഇവരെ കൊണ്ട് ഇവരവിടെ വലിയ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് പറഞ്ഞത്, നിങ്ങൾ ബ്ലൂ കൊടുത്താൽ നിങ്ങളുടെ ഇവര് മോഡറേറ്റർ ആയിട്ട് അവിടെ നിന്നിട്ട് ഇവരുടെ അണ്ടറിലാക്കണം. നിങ്ങൾ ബ്ലൂ കൊടുത്താൽ നിങ്ങളുടെ ചാനലിന്റെ പ്രശ്നമാണ്, ഹൈഡ് ചെയ്ത പ്രശ്നമാണ്, നിങ്ങളുടെ മറ്റത് ചെയ്ത പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തി നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് 2 ഫോൺ വേണം, നിങ്ങൾക്ക് ഹൈഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ ബ്ലൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ ആക്ടിവിറ്റി ഒക്കെ ഇവര് ഫേക്കുകൾ ഇറക്കിയിട്ട് ഇവര് തന്നെ തെറി പറയുക, എന്നിട്ട് ഇവര് തന്നെ ഹൈഡ് ചെയ്യുക. രൂപകലയുടെ എത്ര ഫേക്കുകൾ, മിനിമം ഒരു 100 ഫേക്കോളം ലിഡിയ അവിടെ ഇറക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളെല്ലാം പറഞ്ഞ അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ സൗണ്ട് കഴിഞ്ഞപ്പോ എന്റെ ഭാഗത്തുനിന്ന് ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞോഞ്ഞ് വീഴണ്ടെന്ന് വെച്ചാ എനിക്ക് മോളിയാക്കണം ഇത് ബ്രോ. കുറച്ച് ടിപ്സ് തരുമോ? തീർച്ചയായിട്ടും. ജിജിക്കുട്ടിയൊക്കെ നമ്മളെക്കാളൊക്കെ വലിയ ചാനലാണ് ലിഡിയ. നമ്മുടെ നല്ലൊരു സഹോദരിയാണ്. അവളുടെ ഹസ്ബൻഡ് ആയാലും അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊച്ചി എന്ന് പറയുന്നുണ്ട്, വിഷ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൊച്ചി ഏത് കൊച്ചി ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ലിഡിയ എന്ന് പറയുന്നുണ്ട്. ജിജി ചെപ്പൂസാണ് വന്നേക്കണേ. ഈ ജിജിക്ക് കണ്ണും കണ്ടുവിടാ. അപ്പോ ഞാൻ പറഞ്ഞില്ല, അപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ബോൾഡായിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങള് അല്ലെങ്കിൽ ആണുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇവർക്കെതിരെ തിരിയുള്ളൂ. ഇതിലിപ്പോ 100 ചാനൽ എടുത്തു കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ്, ഇവരെ പേടിക്കുകയാണ്. കാരണം ഇവര് ഒന്നില്ലെങ്കിൽ ഇവരെന്തും പറയും. ഇവരുടെ രീതി അതാണ്. ഇവർക്ക് എന്തും പറയാനുള്ള ഇതുണ്ട്. കാരണം അവരതിനു വേണ്ടി ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടാണ്. അല്ലാണ്ട് അവരെ ചാനൽ മോണിറ്റൈസ് ആക്കിയിട്ട് ഒരു 10 രൂപ കിട്ടണം, അല്ലെങ്കിൽ എന്നിട്ട് ഇവള് പറയുന്ന തെറിയൊന്നും നീ കേട്ടു വെക്കുക. ഇവളുടെ ഒരു ഹസ്ബൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൾ അങ്ങനെ പറയില്ല, അല്ലെങ്കിൽ അവളുടെ ഒരു അച്ഛനുണ്ടെങ്കിൽ അവൾ പറയില്ല. ഒന്നെങ്കിൽ ഇവൾക്ക് മെന്റലി ചെറിയൊരു പ്രശ്നമുണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ഇവള് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാനായിട്ടാണ് രൂപകല ചാനലിലേക്ക് ഇറങ്ങി തിരിച്ചേക്കുന്നത്. അതിന് കൂട്ടുപിടിച്ചേക്കുന്നത് ഇപ്പോ എന്റെ ചാനൽ അടിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഗിരീഷ് കുറെ ദിവസം ഇതിൽ കയറാൻ നോക്കി. ഞാൻ അതിശക്തമായിട്ട് അവനെ താക്കീത് കൊടുത്തിട്ട് ടൂതലാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ പറഞ്ഞു, മിതിച്ചേട്ടാ അല്ല മിതുബ്രോ എനിക്കൊരു കാര്യം സംസാരിച്ചിട്ട് ടൂതല കയറ്റാൻ ശക്തമായിട്ട് എതിർത്ത. കാരണം അവനെ എനിക്കറിയാം, കാരണം അവൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാണ്. അതേപോലെ തന്നെയാണ് ഇവര് അളിയിലെന്നേറ്റും പറഞ്ഞിട്ടാണ് ഇവര് നടന്നിരുന്നത്. ഇപ്പൊ ഇവനിങ്ങനെ ഒരു ഇതിൽ കുടുങ്ങിയപ്പോ ഇവനെ തള്ളി പറയും. കാരണം എന്താ, ഇവൻ ലോക്കാവും. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് വേറൊന്നല്ല, അതിശക്തമായിട്ട് ലിഡിയ ഇതിന് പ്രതികരിച്ചോ, ഞങ്ങള് കൂടെ ഉണ്ടാവും. ഒരു സംശയമില്ലാത്ത കാര്യമാണ് കേട്ടാ. രൂപകല വെച്ച ഇത്, അതായത് ലിഡിയനെ തെറി പറഞ്ഞിട്ടുണ്ട്, അവരെ കൊണ്ട് നമ്മൾ മാപ്പ് പറയിപ്പിക്കും, അല്ലെങ്കിൽ അവരെ അകത്താക്കിയിരിക്കും. അതിലൊരു സംശയമില്ലാത്ത കാര്യം. രൂപകലയ്ക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം 2 മാസത്തോളമായിട്ട് എന്റെ വീട്ടുകാരെ, എന്റെ ഫാമിലിനെ, അതുപോലെ ഒരു 80 വയസ്സായ എന്റെ അമ്മേനെ കുറിച്ച് ഇന്നലെ കൂടി അവര് പറഞ്ഞ ഒരിതും എന്റെ ഒരു സ്ക്രീൻ റെക്കോർഡുണ്ട്. ഞാൻ സത്യം പറഞ്ഞത് 2-3 പ്രാവശ്യം ഇരുന്ന് കേൾക്കായിരുന്നു. കാരണം നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിനാണ് നമ്മളിത് കേൾക്കുന്നത്. അവളുടെ ചാനലിൽ ഞാൻ ചെന്നിട്ടില്ല, തെറ്റി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവിടെ ഷോർട്സ് ഇട്ടും അല്ലെങ്കിൽ ലൈവിൽ കൂടെ പറഞ്ഞു. അപ്പൊ ഇവൻ പറയേണ്ട അപ്പുറത്തൊരു കാര്യമില്ല അവൾക്ക്. അത് അവളുടെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിൽ ദിവസമില്ല, അവള് ലോക്കാവും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് നമ്മുടെ ലൈവ് ഇട്ടിട്ട് തന്നെ നമ്മളത് തെളിയിച്ച് കാണിച്ചു കൊടുക്കും. അതിന് ഇതിലുള്ള ആഞ്ഞടിക്കലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെങ്കിലും ഇത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഇന്ന് അവള് ലൈവ് ഇട്ടു, ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അവൾക്ക് മനസ്സിലായി പണി പാളി എന്നുള്ളത്. ഇവനും ചെന്നിട്ടില്ല ഇന്നത്തെ ലൈവില് ഞാൻ ഇന്നത്തെ രാവിലെയുള്ള ലൈവ് ഇത് ഞാൻ ഫുള്ള് ഞാൻ വാച്ച് ചെയ്തു, അതിന്റെ സ്ക്രീൻ റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്നത്തെ ലൈവിൽ അവള് ശബ്ദിച്ചിട്ടില്ല. ഇന്നത്തെ ലൈവില് ലങ്കാധിപതി അവിടെ ചെന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്തായാലും സ്ട്രോങ്ങിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോ ആരില്ലെങ്കിലും ഞാനിന്ന് ഇത് കഴിഞ്ഞ ഒരു ഷോർട്സ് ഞാൻ ആരിപ്പോ ഇവരെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ആരില്ലെങ്കിലും എനിക്ക് എൻ്റെതായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടായിട്ട് ഞാൻ മുന്നോട്ട് പോകുള്ളൂ. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം സത്യത്തെ ഇത് ബ്രോ,
കൊച്ചി വന്ന് ഈ കിളവിന് കണ്ണ് കാണുന്നില്ല ജാക്സൺ. ഞാൻ ലിഡിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിഡിയനെ ഭീഷണിപ്പെടുത്തി ലിഡിയനെ തെറി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. കണ്ണൊക്കെ കാണും, ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന്, എന്റെ കൂടെ ഞാൻ ആര് നിന്നില്ലെങ്കിലും, ലിഡിയ കേൾക്കുന്നുണ്ട് പറയണത്, എന്റെ കൂടെ ആര് നിന്നില്ലെങ്കിലും 16,000 സബ്സ്ക്രൈബ് ഉള്ള ആൾക്കാരില് മിനിമം ഒരു 5,000 പേര് നിന്നെങ്കിൽ എന്റെ കൂടെ കട്ട സപ്പോർട്ട് ഒരു 10-50 പേരെങ്കിലും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നീ ഉണ്ടായിട്ട് കാര്യമില്ല. നീ ഉണ്ടായിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? ഒരു മറ്റേ എന്താ പറയാ, ഒരു അൽഫാം മേടിച്ചു തരാത്ത നീയാണോ ഞാൻ എന്റെ കൂടെ നിൽക്കുന്നത്? പറ. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായ? അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭീഷണികൾക്കൊന്നും നമ്മൾ വഴങ്ങില്ല. ഇനിയിപ്പോ ഇതിന് നമ്മൾ എന്തായാലും അതിശക്തമായിട്ട് പ്രതിരോധിക്കും. നിന്നെ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് ശക്തമായിട്ടുള്ള പ്രതിരോധം നമ്മൾ തീർക്കും. അല്ലാണ്ട് നിന്നെ തെറി ഞാൻ അതാണ് നമ്മുടെ പ്രത്യേകത. രൂപകലയിലെ തെറി മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ചാനലിൽ ആര് ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തെറി പറഞ്ഞാലും നമ്മൾ അതിശക്തമായിട്ട് അവരെ കൂടെ നമ്മൾ നിൽക്കും. രീതി ചേച്ചിന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് മൗണിയാക്കണം എന്ന് പറയുന്നുണ്ട്. ചെപ്പൂസിന് പിൻ ചെയ്യാം, കുഴപ്പമില്ല കേട്ടാ. ഓക്കെ, പിൻ ചെയ്യാം. അപ്പൊ ലിഡിയ പറഞ്ഞോ, ഒരു മിനിറ്റ്. നിങ്ങളോട് പോണ് ചായ കുടിക്കാനാവല്ലേ? ഓക്കെ. അൽഫാം മേടിച്ചു തരണ്ട, അല്ലാണ്ട് പിന്നെ എന്ത് കാര്യം? അവൻ പറഞ്ഞോ എന്നിട്ട് പറഞ്ഞോ. അതല്ല, ഓക്കെ, ഞാൻ പറയണതല്ലേ. ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇപ്പൊ പല ചാനലുകാരും ഇപ്പൊ ഈ പറഞ്ഞ ശംഭു എന്ന് പറഞ്ഞ ജമാൽ വയനാട്, ഇതൊക്കെ ഒരു ആൾക്കാർ തന്നെയാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശം. അവരും ഇപ്പൊ മറ്റുള്ള എല്ലാ പെണ്ണുങ്ങളെ ലൈവിൽ ചെന്നിട്ട് കുറെ രൂപകല സപ്പോർട്ട് നിങ്ങൾ പിൻവലിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കൊളാക്കും. രൂപകല ചാനൽ കൊളാക്കാനായിട്ട് ഇവരെ കൊണ്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവര് മറ്റുള്ള ചാനലിൽ ചെന്നിട്ട് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് രൂപകല ചാനൽ പൂട്ടിക്കാൻ പറ്റുന്നില്ല? എന്റെ ഒരൊറ്റ ചോദ്യം അതാണ്. രൂപകല ഇത്രയും മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നകല എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് എന്താണ് രൂപകല പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നത്? രൂപകല മറ്റുള്ളവര് തെറി പറയുമ്പോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചാനലിനെ ഭീഷണിപ്പെടുത്തി പൂട്ടിക്കാൻ നിൽക്കുമ്പോ അതിന് നമ്മൾ അതിശക്തമായി എതിർക്കുമ്പോഴാണ് രൂപകല അപ്പൊ പ്രശ്നങ്ങളുടെ ആളായി മാറിയത്. അപ്പൊ ഇന്നിപ്പോ ഈ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് ഐഡിയുള്ള ചാനലിന്റെ പേര് അനുഭവിച്ച ഒരാള് ഞാനിവിടെ സത്യം ചെയ്ത് പറയുന്നു, എന്റെ കൂടെ ലിഡിയ എന്നിട്ട് വക്കീല, അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം ലിഡിയ. അപ്പൊ ലിഡിയ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. പിന്നെ ലിഡിയ പറയുന്നുണ്ട്, ചേട്ടാന്ന് പറഞ്ഞു നോക്കി പ്രീതി ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓക്കെ, എനിക്ക് പ്രീതിയിലൊന്നും കാണുന്നില്ല ഇവിടെ. ബുഷ്ര പറഞ്ഞില്ല, ലിഡിയ ഹായ് എന്ന് പറയുന്നുണ്ട്.